മലയുടെ മുകളിലാണ് ഞങ്ങൾ ഈ വണ്ടിയിലാണ് ഞങ്ങൾ കിടന്നത്. ഇതുണ്ടാ മഞ്ഞ് കിട്ടില്ല. ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഭയങ്കര വണ്ടിയിൽ കിടക്കുക അല്ലെങ്കിൽ ടെൻ്റ് അടിക്കുക. വേറെ ചേട്ടനാണ് നമുക്ക് ഈ സ്ഥലം കാണിച്ചു തന്നത്. കിട്ടില്ല നമ്മൾ കൈ പിടിച്ചിരിക്കാൻ വെച്ചാൽ. സ്ട്രോബെറി ആണോ ഇത്? ശകാരം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു കിട്ടില്ല സ്ഥലത്താണ് നമ്മൾ എത്തിയേക്കണത്. ഇതിൻ്റെ സംഭവം എന്താ അറിയോ? ഇതേ നമ്മൾ ഈ കിടക്കുന്ന വണ്ടികളുണ്ട്. എന്താ അറിയോ, ഇന്നലെ രാത്രിയിൽ വന്നതാണ് നമ്മൾ ഇത്രയും വണ്ടി ഇവിടെ. ഈ മലയുടെ മുകളിലാണ് ഞങ്ങൾ ഈ വണ്ടിയിലാണ് ഞങ്ങൾ കിടന്നത്. കുറച്ച് മേലെ ടെൻ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ടെൻ്റ് എടുക്കാഞ്ഞുകൊണ്ട് ടെൻറ്റിൽ കിടക്കാൻ പറ്റില്ല, വണ്ടി തന്നെ കിടന്നുറങ്ങിയത്. അപ്പോൾ നമ്മുടെ സബാസ്റ്റ്യൻ ഭായി എഴുന്നേറ്റ്, ഇപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് തന്നെയുള്ളൂ. ശരിക്കും കണ്ടോ മഞ്ഞാണ്, മഞ്ഞ് മൂടി വരികയാണ്. ഇത് കണ്ട ഈ വണ്ടിയിലുള്ളവരെല്ലാം കൂടെ നടക്കാനൊക്കെ പോയി. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ വണ്ടിയിൽ. അപ്പോൾ നോക്കി നമ്മുടെ സബാസ്റ്റ്യൻ ഭായി എഴുന്നേറ്റില്ല, ഞാൻ എഴുന്നേറ്റു. ഞാൻ വിളിച്ചിട്ട് പുള്ളി എഴുന്നേക്കുന്നില്ല. എഴുന്നേക്കാന്ന് പറയുന്നത്. മഞ്ഞ് മൂടി വരികണ്ട. സബാസ്റ്റിനെ കാണിച്ചില്ല, ആദ്യം പുള്ളിനെ വിളിച്ച് കഴിഞ്ഞിട്ട് നടക്കാൻ പോകും അങ്ങോട്ട്. ഓ അടിപൊളിയാണ്ട, ഒന്നും പറയാനില്ല, കിഡിലൻ. ഇത് കണ്ട മഞ്ഞ് കിഡിലൻ മഞ്ഞാണ്ട, ഒരു രക്ഷയില്ല, ഒന്നും കാണാൻ പറ്റില്ല. സബാസ്റ്റ്യൻ ഭായി ഉറക്കാണ് വിളിച്ച് എഴുന്നേപ്പിക്കുക. എന്തായത് എഴുന്നേക്ക്, മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷായ. എൻ്റെ പൊന്നു ഉറക്കായിരുന്നു ഇവിടെ ആള്. എഴുന്നേക്ക് മതി കിടന്നത് മതി, വാ എഴുന്നേറ്റ് വാ. ഞങ്ങൾ വണ്ടി തന്നെ കിടന്ന് ഉറങ്ങി. സംഭവം കിട്ടും. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, അതൊരു 5-6 വണ്ടിയുണ്ട്. എല്ലാവരും എറണാകുളംകാരുണ്ട്, പിന്നെ വേറെ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരുണ്ട്. ഇന്നലെ രാത്രി ജസ്റ്റ് ഇരുട്ടായിരുന്നു ഇവിടെ എല്ലാം. പക്ഷെ ഭയങ്കര കോടമഞ്ഞും കിഡിലൻ സ്ഥലമായിരുന്നു. ഇതുണ്ട ഇത്രയും വണ്ടി ഇവിടെ കിടപ്പുണ്ടായിരുന്നു. ഒരു മലയുടെ മുകളിലാണ്. ഒരു 4-5 വണ്ടി 6 വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യാം. വേറെ ഒന്നുമില്ല ഇവിടെ. മഞ്ഞ് മൂടി കിടക്കണ. ഇത് കണ്ട മലനിരകൾ കണ്ടോ, അടിപൊളി. സബാസ്റ്റ്യൻ ഭായിനൊന്ന് ഫ്രഷ് ആക്കിയിട്ട് ഉറക്കച്ചടയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ കൊണ്ടുപോട്ടെ മുകളിലോട്ട്. ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഭയങ്കര ഇടങ്ങേറാണ് കേട്ടോ. ചെറിയ സബാസ്റ്റ്യൻ പറയുന്നുണ്ട് ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇനി ഇറങ്ങി പോകുമ്പോൾ. കാരണം ചില സ്ഥലങ്ങളൊന്നും വഴി കാണത്തില്ല, മഞ്ഞ് മൂടിയിട്ടേ. പിന്നെ ഇങ്ങോട്ട് തുടക്കത്തിലുള്ള കയറ്റം ഞാൻ എടുത്തില്ലായിരുന്നു. കാരണം എന്താ അറിയോ, കുറച്ച് ഭയങ്കര പാറയായിരുന്നു. അപ്പോൾ പാറപ്പുറത്തായതുകൊണ്ട് തന്നെ വഴിക്ക് വീടുണ്ടല്ലോ, ഞാൻ മറയൂർ ഒരു പ്രാവശ്യം വീണ ആ പണി നമുക്ക് ഇവിടെ കിട്ടരുത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. മച്ചാനെ എങ്ങനെയുണ്ട് മച്ചാനെ? അടിപൊളി. തിരിച്ചിറങ്ങാണ്ട, നല്ല കോടയിരിക്കും. എത്ര വേഗം തിരിച്ചിറങ്ങാം, അല്ലെങ്കിൽ തെന്നി പളി എവിടേക്ക് വീഴുമെന്ന് അറിയില്ല. അപ്പൊ നമ്മുടെ മച്ചാൻ പറഞ്ഞ എത്ര പെട്ടെന്ന് ഇറങ്ങി പോകണം, മച്ചാന് പേടിയാണ്ടെന്നൊക്കെ പറഞ്ഞത്. കാരണം അറിയോ, ഇവിടെ ചുറ്റിനും മഞ്ഞാണ് കേട്ടാ, മഞ്ഞ് മൂടി കിടക്കാണ് ഇവിടെ ചുറ്റിനും. അതും വേറെ വൃക്ഷങ്ങളൊന്നുമില്ല, തുറന്ന് കിടക്കാണ് ഈ സ്ഥലം. ഞങ്ങൾ ഇവിടെ കിടന്ന് ഉറങ്ങിയത്. ഒന്നും പറയാനില്ല, കിട്ടില്ലാണ്. തൊട്ട് മുകളിൽ കുറച്ച് ചെറിയൊരു ക്യാമ്പൊക്കെ കണ്ടിട്ടാ, കുറച്ച് മാറിയിട്ടാണ് ആ ക്യാമ്പും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് നമ്മുടെ കുരിശുപാറയിലാണ് കേട്ടോ. കുരിശുപാറയിൽ നിന്ന് ലെഫ്റ്റ് മൂന്നാർ തന്നെയാണ്. മൂന്നാർ കുരിശുപാറയിൽ ലെഫ്റ്റ്. വളരെ കുറച്ച് പേർക്ക് അറിയുന്നൊരു സ്ഥലമുണ്ട്. വളരെ തുച്ഛമായ കുറച്ച്. ഇനി പുറത്തെന്ന് അറിയോ, ഈ മഞ്ഞൊന്നും ഇല്ലെങ്കിലില്ലേ നമ്മുടെ ഇടുക്കി കുളമാവ് ഡാം വരെ കാണാം ഇവിടെ നോക്കി കഴിഞ്ഞാൽ. പിന്നെ അടിമാലി ടൗൺ എല്ലാം ഇവിടെ നോക്കിയാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാം. നല്ല ഹൈറ്റിലാണ് ഈ സ്ഥലം ഇരിക്കുന്നത്. പക്ഷെ നമുക്ക് മൂന്നാറിലേക്ക് കയറി വരുമ്പോൾ ഈ മല കാണാൻ പറ്റും അങ്ങ് മേലെ. പക്ഷെ ഇത്രത്തോളം പോകാൻ പറ്റുമെന്ന് നമുക്കറിയില്ലായിരുന്നു. പക്ഷെ നമ്മുടെ ഷായിച്ചേട്ടനായിട്ട് പറഞ്ഞത് റൂമൊന്നും എടുക്കേണ്ട, കാണാൻ ഫ്രഷ് ആണുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ താഴെ തരാം, നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി കിടന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ കൊണ്ടുവന്ന് വണ്ടിയിൽ കൊണ്ടുവന്ന് ആക്കി. കാരണം ഇവിടെ റൂമും കാര്യങ്ങളും ഒന്നുമില്ല, ഒരു സാധനമില്ല, ഹോട്ടലോ ലോഡ്ജോ ഒന്നുമില്ല. വണ്ടിയിൽ കിടക്കുക അല്ലെങ്കിൽ ടെൻ്റ് അടിക്കുക, വേറെ ഒരു വഴിയില്ല ഇവിടെ. നമ്മുടെ കൂടെ ഉണ്ടായ മച്ചന്മാരൊക്കെ അങ്ങറ്റത് ഇപ്പോൾ ഉണ്ട് കേട്ടോ. ആ അങ്ങ് ദൂരമൊക്കെ ഉണ്ടാ, ഏറ്റവും നല്ല ഹൈറ്റിലുള്ള കിഡിലൻ സ്ഥലം അതാണ്. പക്ഷേ അവിടെ എന്തോ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരെ ശല്യപ്പെടുന്നില്ല. നമ്മൾ ഇപ്പുറത്തെ വഴി വേറൊരു സ്ഥലത്തേക്ക് ചുമ്മാ നടന്നിട്ട് വരാം. കാരണം ചുറ്റും മഞ്ഞാണേ, നല്ല മഞ്ഞ ചുറ്റിനും. പിന്നെ ഈ മലേൻ്റെ പേര് കോട്ടപ്പാറ എന്നാണ് കേട്ടോ. കോട്ടപ്പാറ എന്നാണ് ഈ മലയുടെ പേര്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങോട്ടുള്ള വഴികളൊക്കെ എല്ലാം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വഴികളെല്ലാം ഞാൻ പറഞ്ഞു തരാമേ. ഇതിൻ്റെ സംഭവം ഇവിടെ വന്നപ്പോൾ പൊളിച്ചത്, ഇവിടെ നമ്മുടെ കുറച്ച് ടീമായിട്ടുള്ള ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്കിന്ന് രാവിലെ ഇപ്പോൾ പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് ഇവരെല്ലാവരും ഇവിടെ ഈ അടുത്തുള്ളവർ നമ്മുടെ ഇടുക്കി ഡിസ്ട്രിക്റ്റിലുള്ളവർ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഈ സ്ഥലങ്ങളൊക്കെ എല്ലാം പരിചയം. കണ്ട, ഇത് നമുക്ക് ഷാജറിനുള്ളതുകൊണ്ടാണ് നമുക്ക് ഈ സ്ഥലം അറിയാൻ പറ്റിയത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഈ സംഭവം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അപൂർവമായിട്ടുള്ള സ്ഥലങ്ങളാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ടൂറിസ്റ്റ് ആൾക്കാർ വന്നിട്ട് ഒക്കെ അടിച്ച് പൊളിച്ച് നമുക്ക് റിസോർട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബഹളമല്ലേ. ഇതൊന്നുമില്ല കേട്ടോ. ഒരു
10-20 വർഷം പുറയില മൂന്നാറ് ഷൂട്ടിംഗ് ഉണ്ട്. അതിന് പറ്റൊരു സ്ഥലമായിട്ട് ഇത്, ഒന്നും പറയാനില്ല. നമുക്കിനി കുറേ പരിപാടിയൊക്കെ ഉണ്ട്. നമ്മുടെ സൈറ്റിലൊക്കെ പോകണമല്ലോ, രാവിലെ 10 മണിക്ക് സൈറ്റിൽ ചെല്ലണമെന്ന് പറഞ്ഞേക്കണത്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകണം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഒത്തിരി നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, സമയക്കുറവ്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവിടെ ടെൻ്റ് അടിക്കണം, ഈ പാറപ്പുറത്ത് ടെൻ്റ് അടിക്കാമെന്നാണ് പറഞ്ഞേക്കണത് ഷായിച്ചേട്ടൻ. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം ഇവിടെ വന്നിട്ട് ഇവിടെ ഈ ടെൻ്റ് അടിച്ച് ക്യാമ്പ് ഫയറൊക്കെ ഇട്ട് ഗ്രില്ലൊക്കെ ചെയ്ത് കിഡിലായിട്ട് പൊളിക്കണം നമുക്ക്. പക്ഷെ വരുമ്പോൾ സെറ്റപ്പായിട്ട് വരണം കാര്യങ്ങളൊക്കെ. ഇപ്പം നമുക്ക് ഇങ്ങനൊരു സംഭവം ഞാൻ വിചാരിച്ചതേ ഉണ്ടായിരുന്നില്ല, ഒട്ടും ഞാൻ വിചാരിച്ചില്ലായിരുന്നു. കോടമന്തിയിൽ നമ്മുടെ ഷായിച്ചേട്ടൻ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഷായിച്ചേട്ടൻ. ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഷായിച്ചേട്ടനാണിത്. ഷായിച്ചേട്ടനാണ് നമുക്ക് ഈ സ്ഥലം കാണിച്ചു തന്നത്, കിട്ടില്ല സ്ഥലം കാണിച്ചു തന്നത് നമ്മുടെ ഷായിച്ചേട്ടനാണ്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഷായിച്ചേട്ടനായിട്ട് ഇവിടെ ടെൻ്റൊക്കെ അടിച്ച് നമ്മുടെ ഒരു പൊളി ഉണ്ടാവും, കിട്ടിലും പൊളി ഉണ്ടാവും. ഷായിച്ചേട്ടൻ ഓക്കെയല്ലേ, നമ്മളെല്ലാം സഹായം ചെയ്തില്ലേ? ഷായിച്ചേട്ടൻ്റെ സഹായം കൊണ്ടാണ് നമുക്ക് ഇത്രയും സ്ഥലത്ത് അടിപൊളി സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് താഴത്തേക്ക് പോകാം ഷായിച്ചേട്ടാ. ഇത് സമയം ഇപ്പൊ എത്ര മണിയെന്ന് അറിയോ? ഏകദേശം ഒരു 8 മണിയായിട്ടുണ്ടാ. വെയിലെന്ന് പറഞ്ഞ സാധനം ഇല്ല ഇവിടെ 8 മണിക്കും. നല്ല മഞ്ഞ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതന്നെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ 2-3 ഫാമിലി ഉണ്ടായിരുന്നു ഇവിടെ. ഞങ്ങളിവിടെ താഴത്തുണ്ടായിരുന്നു, കിടക്കാനുണ്ടായിരുന്നു ഇവിടെ താഴത്തെ റൂം. അവിടെ വണ്ടിയിൽ തന്നെ കിടക്കാനുണ്ടായിരുന്നു അവരെല്ലാം. രാത്രി ജസ്റ്റ് ഒന്ന് സംസാരിച്ച് വിട്ടു, അത്രേ ഉള്ളൂ. അയച്ചേട്ടൻ നമ്മളെ അല്പം കൂടി മുകളിലേക്ക് കൊണ്ടുപോകാൻ ഒരു മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയിട്ടിരിക്കുക. അയ്യോ, ഇത് നമ്മൾ നേരത്തെ നിന്നതിനേക്കാളും അല്പം കൂടി മുകളിലാണ്. നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ആകാശത്ത് എത്തുമോ നടന്നു കിടന്നാവോ? കയറി വാ മക്കളെ, വീട്ടിലോട്ട് കയറി വാ. അതെ 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 അതെ. ഓ, നമ്മള് വന്ന് ആ താഴത്തുനിന്ന് കയറിയാണല്ലോ വന്നത്. കാണാൻ പോലും പറ്റില്ല അതുപോലത്തെ കാഴ്ചയുടെ താഴത്ത്. ഇത് കണ്ടോ, മഞ്ഞ് മൂടി കിടക്കുന്നത്. അവിടെ എന്തോ ഒരു മിന്നായം പോലൊരു സംഭവം കാണാം. അത് ടെന്റ് കെട്ടി താമസിക്കണേ ഷായിച്ചേട്ടാ അവിടെ അറ്റത്ത്. അങ്ങ് അറ്റത്തുണ്ടോ, നമുക്ക് സൂം ചെയ്താലൊന്നും കാണാൻ പറ്റില്ല, കാരണം മഞ്ഞ് മൂടി കിടക്കണത്. പിന്നെ നമ്മുടെ ക്യാമറ അത്ര വലിയ സെറ്റപ്പ് ഒന്നുമല്ല, ചെറിയ സെറ്റപ്പ് പരിപാടിയല്ല. അതിൻ്റെ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് പതുക്കെ നടന്ന് കയറാമല്ലേ മേളിലോട്ട്. ഷായിച്ചേൻ്റെ പോക്ക് ഒരു കൂൾ. സാധാരണ നമ്മൾ നിരപ്പ് സ്ഥലത്ത് കൂടി നടക്കുന്ന പോലെ വളരെ കൂളായിട്ട് നടന്നു പോകുന്ന ഷായിച്ചേട്ടൻ. അവരൊക്കെ സ്ഥിരം നടക്കുന്ന ആൾക്കാരല്ലേ ഇത് വഴിയൊക്കെ, അതുകൊണ്ടായിരിക്കും. നോക്കി നടക്കാം, ഇല്ലെങ്കിൽ താഴെ കിടക്കും നമ്മള്. നല്ല നാറയോ. അപ്പൊ ഇവിടെ നോക്കിയാൽ നമ്മുടെ വണ്ടിയെ കാണാട്ടാ. നമ്മുടെ വണ്ടി കിടക്കണേ. അപ്പൊ നമ്മുടെ വണ്ടിയെ കിടക്കുന്ന സ്ഥലത്തെത്തി. അയ്യോ, സംഭവം ഒന്നും പറയാനില്ല കേട്ടാ ഈ സ്ഥലത്തെ കുറിച്ച്. രാത്രിത്തെ കിടപ്പില്ലേ, ഒന്ന് സൂപ്പർ കിടപ്പാണ് താഴത്ത് ഈ വണ്ടി കിടന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പ് കൊള്ളണമെന്ന് തോന്നുമ്പോൾ താഴത്തിറങ്ങും, വീണ്ടും ഇറങ്ങും. വന്നാൽ ഒരു ഒറ്റൊരു കുഴപ്പമുള്ളൂ, വണ്ടി തിരിക്കാനായിട്ടുള്ള സ്ഥലമൊന്നുമില്ല. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റിൽ ചെറുതായിട്ട് കണ്ട ഇതിന്റെ ഇടയിലൊക്കെ ഇട്ടിട്ട് തിരിച്ച് കുറച്ച് കഷ്ടപ്പെട്ടിട്ട് പോകേണ്ടി വരും. പക്ഷെ ആ കഷ്ടപ്പാടൊന്നും നമ്മുടെ അസുഖത്തിന് മുമ്പിൽ ഒന്നുമല്ല. വേണ്ട, ഒന്നും പറയാനില്ലട്ടാ. ആൾക്കാര് കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മുടെ വണ്ടി കുറച്ച് ബുദ്ധിമുട്ടി തിരിക്കണം. അത് ആ സാഹസികത നമ്മുടെ ഷായിച്ചേട്ടനെ ഏറ്റെടുത്ത്. ഷായിച്ചേട്ടൻ പറഞ്ഞ് ഞാനെല്ലാം ഇടയ്ക്ക് തിരിച്ചിട്ട് വരാന്ന്. ചെറിയൊരു സ്പേസിലുണ്ട്, വളരെ ചെറിയൊരു സ്പേസിലിട്ട് വണ്ടി തിരിച്ചെടുത്തോണ്ട് പോകണം. അപ്പോൾ ആ സാഹസികത നമ്മുടെ ഷായിച്ചേട്ടനെ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഷായിച്ചേട്ടൻ നമുക്ക് താഴത്ത് പോയിട്ട് ഫ്രഷ് ആവാനുള്ളതും എല്ലാ സൗകര്യങ്ങളും ഷായിച്ചേട്ടൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുളിച്ച് ഫ്രഷായി നമ്മളുള്ള ജോലികളിൽ നമുക്ക് തിരിയണം. ഇനിയിപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ സൈറ്റിൽ രാവിലെ 10 മണിക്ക് എത്തണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് പോകണം. നമുക്കിവിടെ ഈ നിരപ്പായ സ്ഥലത്ത് മാത്രമേ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. കാരണം ഇറക്കം വലിയ ഇറക്കായതുകൊണ്ട് നമുക്ക് പാർക്കിംഗ് നടക്കത്തില്ല. ഇറക്കത്തിൽ അത്യാവശ്യം നല്ലൊരു ഇറക്കാട്ടോ ഇത്, നല്ല അടിപൊളി ഇറക്കായത്.
പിന്നെ ഇതുപോലെ പോകാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ഇവിടെ പോകുമ്പോൾ പ്ലാസ്റ്റിക് കുപ്പികൾ അതുപോലെ നമ്മുടെ സാധാരണ കുപ്പികളൊന്നും തല്ലിപ്പൊടിച്ചിടാനൊന്നും പാടില്ല. പരമാവധി കൊണ്ടുവരുന്ന സാധനങ്ങൾ പ്ലാസ്റ്റിക് സാധനങ്ങൾ തിരിച്ചു കൊണ്ടുപോകാൻ എല്ലാവരും ശ്രമിക്കണേ. നേരെ ആ കാണുന്നുണ്ടോ മേലെ അറ്റം, അവിടെ നമുക്ക് ടെൻറ്റ് കിട്ടും കേട്ടോ. 1000 രൂപയും കണ്ടാന്ന് തോന്നുന്നു ടെൻറ്റിന്. ഞാൻ കയറി നോക്കിയില്ല, അടുത്ത പ്രാവശ്യം അതൊക്കെ അന്വേഷിക്കാം കറക്റ്റായിട്ട്. എങ്ങനെയുണ്ട് നമ്മുടെ സ്ഥലം? എങ്ങനെയുണ്ട്? അയ്യോ വേണ്ട. അപ്പോൾ ഷായിച്ചേട്ടൻ ഇറങ്ങി, ഷായിച്ചേട്ടൻ വണ്ടി ഇറക്കി തന്നിട്ട് ചുമ്മാ ഷായിച്ചേട്ടൻ ഇറങ്ങി ആ ഇതിലേക്ക് പോയി. അപ്പോൾ നമ്മൾ ഇറങ്ങി പോകാൻ വേണ്ടി പോവാം. നല്ല കിടിലൻ ഇറക്കമുണ്ട്, സൂപ്പർ ഇറക്കമാണ്. ഒരു കണക്കിന് രാത്രി ഇരുട്ടത് കയറി വന്നതാണ്, ഒരു പിടുത്തില്ല എങ്ങനെ കയറി വന്നേന്നൊക്കെ. അപ്പൊ തിരിക്കുകയാണ്. അതെ അതെ, നമ്മളിപ്പോൾ രാത്രിയിലാണ് ഇങ്ങോട്ട് കയറി വന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊന്നും കണ്ടില്ലായിരുന്നു, വഴികളും കാര്യങ്ങളൊന്നും കണ്ടില്ലായിരുന്നു. ഇപ്പോഴാണ് അതൊക്കെ ഒന്ന് കാണാനൊത്ത്. നല്ല കുത്തനുള്ള ഇറക്കാട്ടോ ഇത്. പിന്നെ നമ്മുടെ ഷായിച്ചേട്ടൻ താഴത്ത് എനിക്ക് കുളിച്ച് ഫ്രഷ് ആകാനുള്ള സൗകര്യങ്ങളെല്ലാം താഴത്ത് റിസോർട്ടിൽ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞുതരാം ഇങ്ങോട്ട് വരാനുള്ള വഴികളും കുരിശുപാറയിലെ കാര്യങ്ങളൊക്കെ. അതിന് ശേഷം ഞാൻ നല്ല കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മളിത് ഈ മല ഇറങ്ങി വരുന്നതോറും കാലാവസ്ഥക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ. നല്ല തെളിച്ചം മറ്റു വരുന്നുണ്ട്. പിന്നെ സമയം ഒത്തിരി ആയി, അതുകൊണ്ടും കൂടി ആയിരിക്കും കാലാവസ്ഥ നല്ല മാറ്റമുണ്ട് ഇപ്പം. യെസ്, അപ്പോൾ നമ്മളുടെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. കാരണം ഷായിച്ചേട്ടൻ നമുക്ക് നേരെ നമ്മുടെ മലയുടെ നേരെ താഴെ ഒരു റിസോർട്ടിൽ കുളിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്നു. കുളിച്ച് ഫ്രഷായി. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ സെബാസ്റ്റ്യൻ ബായിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ താഴെ വണ്ടിയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോയ സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മൾ പോയത്. അപ്പോൾ കോട്ടപ്പാറയിലേക്ക് പോകേണ്ടത് നമ്മുടെ എറണാകുളം സൈഡിൽ നിന്ന് വരുന്നവര് കല്ലാർന്ന് ലെഫ്റ്റ് മാങ്കുളം സൈഡിലേക്കാണ് പോകേണ്ടത്. പോകുന്ന വഴിക്കാണ് കുരിശുപാറ. കുരിശുപാറയിൽ നിന്ന് ലെഫ്റ്റ് മേളിലോട്ട് 2 കിലോമീറ്റർ മേലെ കയറി ചെല്ലുന്നതാണ് നമ്മുടെ ഈ കോട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം. പക്ഷേ ഈ കോട്ടപ്പാറയിൽ രാത്രി പോയി കിടക്കാനോ ഒരു പരിപാടിക്ക് നിൽക്കരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര ഇരുട്ടാണ്. ഒരു 4-5 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുള്ളൂ മേലെ. പിന്നെ ഭയങ്കര കുത്തിനുള്ളൊരു ഇറക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കവിടെ രാത്രിയിൽ ഭയങ്കര ഡേഞ്ചറാണ്. കാരണം വെച്ചാൽ വണ്ടി തിരിക്കാനും പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഭയങ്കര ഡേഞ്ചറാണ്. കാരണം ഞങ്ങളത് 2-3 പേര് അത് അവർക്കും വേറെ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അബദ്ധത്തിൽ വന്ന് പെട്ടുപോയി അവരെല്ലാവരും. പക്ഷെ സംഭവം നല്ല സൂപ്പറാണ്, കിടിലാണ്. അപ്പൊ നമ്മൾ പോകേണ്ട സമയം വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ പോവുക. കാരണം രാത്രിയിൽ ഭയങ്കര ഇരുട്ടായിരിക്കും, ടോർച്ചും വെട്ടവും ഒരു സാധനം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ രാവിലെ പോവുക. രാവിലെ 6 മണി തുടങ്ങി നല്ല കാഴ്ചയും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതെല്ലാം കാണാം. രണ്ടാമത് വൈകിട്ട്, ഈ 2 സമയത്തെ പറ്റത്തുള്ളൂ. കാരണം പകൽ സമയമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. പാറപ്രദേശം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്കിവിടെ. അതുകൊണ്ട് പരമാവധി എല്ലാവരും രാവിലെ പോവുക. അതുപോലെ തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് രാവിലെ പോയി കാണുക ഈ സംഭവങ്ങൾ. വൈകിട്ടും അതുപോലെ പോയി കാണാം. അത് രണ്ടും ഓക്കെയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങി പോകാൻ പോകണം. താഴത്ത് നമ്മുടെ ഷായിച്ചേട്ടൻ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഷായിച്ചേട്ടൻ്റെ ഒപ്പം നമുക്ക് റിസോർട്ടിലേക്ക് പോകാനുണ്ട്. ഷായിച്ചേട്ടൻ ഒരു വർക്കിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വർക്ക് നോക്കാനൊക്കെ ആയിട്ട് നമുക്ക് റിസോർട്ടിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. വേറൊരു ഇവിടെ തൊട്ടടുത്ത് മാങ്കുളം സൈഡിലാണ് റിസോർട്ട്. നമുക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മുടെ സെബാസ്റ്റ്യൻ ബായിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ താഴത്തേക്കെല്ലാം, കാരണം ഷായിച്ചേട്ടനോട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് ഇല്ല. സെബാസ്റ്റ്യൻ ബായി വേഗം പൊക്കിക്കൊണ്ടുവരട്ടെ. പരിപാടികളെല്ലാം മഞ്ഞുമലയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ സൈറ്റിലേക്കുള്ള യാത്രകളൊക്കെ തുടങ്ങി. അപ്പോൾ ഇന്ന് നമ്മളുടെ കൂടെ നമ്മുടെ ഷായിച്ചേട്ടൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഷായിച്ചേട്ടന്റെ സൈറ്റിലേക്കാണ് നമ്മൾ പോണത്. ഷായിച്ചേട്ടൻ ബാക്കിലുണ്ട്, സെബാസ്റ്റ്യൻ ബായി ഉണ്ട്, മാസ്ക് ഒക്കെ ഇട്ട് റെഡി ആയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനു മുമ്പ് ഭക്ഷണം കഴിക്കണം. ഷായിച്ചേട്ടാ, ഇവിടെ നാടൻ ഭക്ഷണം കിട്ടൂലേ ഷായിച്ചേട്ടാ? നമുക്ക് അടുത്ത് അപ്പൊ നാടൻ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഇവിടെ അങ്ങോട്ട് പോവാം അല്ലേ? അപ്പൊ എന്നാ നമുക്ക് വിട്ടു. അതെ, അടിപൊളി റോഡുണ്ട്. അത് കണ്ട നല്ല സെറ്റപ്പ് കിടിലൻ റോഡ്. ഇവിടെ നിന്ന് അങ്ങോട്ട് അടിപൊളിയാണ്. രാത്രി ഞങ്ങൾ ഇങ്ങോട്ട് വന്നതില്ലേ, പെട്ടുപോയി. ഓഫ് റോഡാണ്. നമ്മുടെ ഏതാണ്ട് സാധാ വണ്ടിയാണ്, പക്ഷെ നമ്മുടെ അതുപോലത്തെ റോഡിൽ കൂടെ നമ്മുടെ വണ്ടി കയറി പോയി. ഏതായാലും അപ്പൊ അത് പോണ വഴി കാണിച്ചു തരാട്ടാ. കിടിലൻ റോഡും കാര്യങ്ങളൊക്കെയാ. അപ്പൊ പോവാങ്ക്. അയ്യോ, അതെ കാട്ടി ചെന്നായ ഓടി വന്നി. നല്ല ചെറിയ വഴിയാട്ടോ, നല്ല തണുത്ത വഴിയായത്. ഇതുണ്ടോ, ഒരു മൂടിയ വഴിയാണ്. നമ്മള് സാധാരണ മൂന്നാറൊക്കെ പോകുമ്പോ മെയിൻ റോഡിൽ കൊടുക്കുമ്പോ നമുക്ക് ഈ ഫീല് കിട്ടത്തില്ല. നമ്മുടെ ഷായിച്ചേറിന് വണ്ടി കൈമാറി. ഷായിച്ചേറിനാണ് ഇപ്പൊ ഓടിക്കണത്. അപ്പൊ എനിക്ക് സുഖമായിട്ട് കാഴ്ചയൊക്കെ ഉണ്ട്. ഷായിച്ചേറിന് നമുക്ക് കുറച്ചു നേരം കിട്ടുള്ളൂ. കാരണം മാങ്കുളം വരെ ഷായിച്ചേറിനെ കിട്ടുള്ളൂ. ഷായിച്ചേറിന് അത് കഴിയുമ്പോൾ ഷായിച്ചേറിന് ഇറങ്ങും. അപ്പൊ കിട്ടുന്നത്ര നേരം എനിക്ക് സുഖമായിട്ടിരിക്കല. അതുകൊണ്ടാണ് ഷായിച്ചേറിന് എടുത്തത്. ഷായിച്ചേറിന് നമ്മ ഇവിടെ നാട്ടില് എപ്പോഴും വണ്ടി ഓടിച്ച് നല്ല പരിചയമുള്ള ആളാണ്. കുരിശുപാറയിൽ നിന്നും മാങ്കുളത്തേക്കുള്ള വഴി 2 സൈഡും ഏലത്തോട്ടാട്ടോ. 2 സൈഡിലും ഏലത്തോട്ടത്തിന്റെ നടുക്കൂടെയുള്ള വഴികളെല്ലാം. മാങ്കുളം ഗ്രാമപഞ്ചായത്ത് സ്വാഗതം. ഇപ്പൊ നമ്മളുടെ മറ്റേ ഈ ഇതിന്റെ സ്ഥലം കാടും അതുപോലെ തന്നെ നമ്മുടെ മൊത്തം ഏലത്തിന്റെ തോട്ടം കാര്യങ്ങളൊക്കെ ആയിരുന്നില്ല. അത് കഴിഞ്ഞ് ജസ്റ്റ് തേയിലത്തോട്ടം തുടങ്ങുന്നേ ഉള്ളൂ നമ്മളുടെ ഈ വഴി കൂടെ വരുമ്പോ.
ഇവിടെ നമുക്ക് കുറേ ആദിവാസി കോളനികളും അതുപോലെ തന്നെ കാടിൻ്റെ ഉള്ളിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കാണാനും ഒക്കെ ആയിട്ട്. അതിനൊക്കെ ആയിട്ട് നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം വരുന്നുണ്ട്. കാരണം ചെറിയൊരു ഫോറസ്റ്റിൻ്റെ പെർമിഷനും കാര്യങ്ങളൊക്കെ ആവശ്യം ഉണ്ടാകാനായിട്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ മെല്ലെ വരത്തുള്ളൂ. കുറേ കാഴ്ചകളുണ്ട്, പാലങ്ങൾ, കുറേ ട്രക്കിംഗ് ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മുടെ അടുത്ത വരവിനെ നമ്മളത് കാണിക്കത്തുള്ളൂ കേട്ടോ. ഇപ്പം നമുക്ക് സമയക്കുറവുണ്ട്, അതുകൊണ്ടാണ് നമ്മളപ്പോൾ കാണിക്കാത്തത്. ഇത് കണ്ടോ, നമ്മളിപ്പോൾ പോകുന്ന വഴി നല്ല ഇറക്കമുള്ള വഴികളാട്ടോ, നല്ല അടിപൊളി ഇറക്കമുള്ള വഴികളാണ്. ഈ ഇറക്കം ഇറങ്ങി കുറച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു നാടൻ ഭക്ഷണം കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടേ നമ്മൾ പോകത്തുള്ളൂ ഇനി മുന്നിലോട്ടുള്ളത്. ഇതിപ്പോൾ ഇവിടെ ഫോറസ്റ്റ്, നമ്മുടെ മാങ്കുളം പോകുന്ന വഴിക്കുള്ള നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ആയി പോകുന്ന വഴിക്കല്ല. പിന്നെ ഇപ്പം നമ്മൾ നേരെ ഇറങ്ങി ചെല്ലുന്നത് വിരിവാറ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. വിരിവാറയ്ക്ക് മുന്നേയും ഭക്ഷണം കഴിക്കുന്നു നമ്മൾ. അപ്പോൾ വണ്ടി ഒതുക്കിക്കോ ഷായി ചേട്ടാ, വണ്ടി ഒതുക്കിക്കോ. അപ്പോൾ നമ്മളിപ്പോൾ അതേ വിരിവാറ കഴിഞ്ഞിട്ട് മാങ്കുളം റൂട്ടിലേക്ക് നമ്മൾ തിരിഞ്ഞു. കാരണം വിരിവാറയിൽ നിന്ന് ലെഫ്റ്റ് മാങ്കുളവും റൈറ്റ് മൂന്നാർ സൈഡിലേക്കുള്ള വഴിയാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുക. റോഡ് ആകെ മോശമായിട്ടുള്ള വഴി കൂടെ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചേട്ടാ, നമ്മുടെ ഈ വിരിവാറ ജംഗ്ഷനിൽ നിന്നേ മാങ്കുളത്തേക്ക് എത്ര കിലോമീറ്റർ ആണ്? നമ്മുടെ ഈ വിരിവാറയിൽ നിന്ന് മാങ്കുളത്തേക്ക് 7 കിലോമീറ്റർ. 8 കിലോമീറ്റർ. 8 കിലോമീറ്റർ. വിരിവാറ മാങ്കുളം 8 കിലോമീറ്റർ. ഷായിച്ചേട്ടൻ ഒരു രക്ഷയില്ലട്ടാ, ഒരു പറപ്പിച്ച പറഞ്ഞത് 100 പോയിക്കൊണ്ടിരിക്കണം വണ്ടി ഹൈ റേഞ്ചില്, ഒരു രക്ഷയില്ല. ഷായിച്ചേട്ടൻ നമ്മളിപ്പോ പോകുന്നത് ശരിക്കും മാങ്കുളത്തേക്കല്ലല്ലോ നമ്മൾ പോകുന്നത് ശരിക്കും ഇപ്പം പാമ്പുംകയം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? പക്ഷെ ചേട്ടാ, ഈ പാമ്പുംകയത്തിലെ കാലാവസ്ഥയൊക്കെ എങ്ങനെയാണ്? മൂന്നാറിന്റെ അടുത്ത് തന്നെ കാലാവസ്ഥയാണ്. മൂന്നാറത്തെ അതേ കാലാവസ്ഥ ഉണ്ടാ, വേറെ ഒരു വ്യത്യാസമില്ല. മൂന്നാറത്തെ അതേ കാലാവസ്ഥ തന്നെയാണ് ഇവിടെ പാമ്പുംകയത്ത്. മഞ്ഞ് മൂടി നല്ല സെറ്റപ്പാണ്. പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ ഏകദേശം ഇപ്പൊ ഒരു 10 മണി കഴിഞ്ഞതുകൊണ്ട് ഇപ്പൊ കുറച്ച് വെയിലൊക്കെ അരിച്ചു തുടങ്ങി കാണും ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോ. നമ്മുടെ ഇങ്ങോട്ടുള്ള വഴിയിൽ പല സ്ഥലങ്ങളിലും മോശമായി കിടക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മള് റിസോർട്ട് എത്തി. റിസോർട്ടിലേക്ക് കയറുകയാണ്. വളഞ്ഞു കയറിക്കോളൂ. മൂൺ ഹിൽ ഫാം റിസോർട്ട് എന്നാണ് കേട്ടോ നമ്മളെ റിസോർട്ടിന്റെ പേര്. അപ്പം നമുക്ക് നേരെ എവിടെയെങ്കിലും കൊണ്ട് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ചുമ്മാ ഇറങ്ങി ഒന്ന് ഒരു കറക്കം കറങ്ങിയിട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഞാനിവിടെ ഇറങ്ങി വന്നത് ആദ്യം കണ്ടത് നമ്മുടെ ട്രീ ഹൗസ് ആട്ടോ. പിന്നെ ഇവിടെ മൊത്തം ചെടികളാട്ടോ, എല്ലാം ചെടികളും പൂക്കളും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുക നമ്മുടെ റിസോർട്ട്. നമ്മുടെ ഈ വഴിയുടെ 2 സൈഡും ചെടികളാട്ടോ. അതായത് ഫോക്സ്റ്റെയിൽ ഫാം ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗോൾഡൻ സൈപ്രസ് ഇല്ലേ, ഈ 2 സാധനം നന്നായിട്ട് വെട്ടി നിർത്തിയിരിക്കുക കേട്ടോ. 2 സൈഡും നന്നായിട്ട് വെട്ടി അടിപൊളിയായിട്ട് നിർത്തിയിട്ടുണ്ട്. പിന്നെ മെക്സിക്കൻ ഗ്രാസും യൂസ് ചെയ്തിട്ടുണ്ട് ഇവർ താഴത്ത്. അത് രണ്ടും കൂടി ചേർന്നിട്ട് എല്ലാം കൂടി കൊള്ളാം. ഒരു സോളാർ യൂസ് ചെയ്യുന്നിട്ട് ഇവിടെ ഒത്തിരി സോളാർ വെച്ചിട്ടുണ്ട്, ഇതുപോലെ പാനൽ വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇലക്ട്രിക്കൽ പോസ്റ്റിനും മറ്റും ഇവർ ഈ സോളാർ വെച്ചിട്ടാണ് ഇവർ കറണ്ട് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഈ റിസോർട്ടിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റിനും മലകളാണ്, മലനിരകളാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് നമ്മുടെ ഈ റിസോർട്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു വൈകുന്നേരം ഒരു 4-5 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മഞ്ഞായിരിക്കും ഇവിടെ, നല്ല തണുപ്പും ഉണ്ടാവും. അപ്പോൾ മാങ്കുളത്തോട്ടൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടെ ചൂടായിട്ടുള്ള സ്ഥലമാണ് പകലൊക്കെ. പക്ഷെ ഇവിടെ നമുക്ക് നല്ലൊരു കാലാവസ്ഥയാണ്, പകലും അത്യാവശ്യം മൂടിയ നല്ലൊരു കാലാവസ്ഥയാട്ടോ നമുക്ക് ഇവിടെ ഉള്ളത്. പിന്നെ ഇത് കണ്ടോ, മെലാസ്റ്റോമിയുടെ ഒരു പൂവിൻ്റെ അതേ ഷേപ്പ് തന്നെ നമ്മുടെ നാട്ടിൽ ആലപ്പുഴ ചേർത്ത സൈഡിലൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. പറമ്പിലൊക്കെ നിൽപ്പുണ്ട് ഈ ക്രീപ്പർ. പക്ഷേ ഇവർ നട്ടു വെച്ചേക്കണം കണ്ടോ, നല്ല രസമായിട്ട് ആ മതിലിൻ്റെ ഇടയിൽ കൂടി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ യഥാർത്ഥ പേര് എനിക്കറിയില്ല കേട്ടോ, അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തേക്കണേ. നമുക്കിതിൻ്റെ മുകളിലൊന്നും കയറി നോക്കാം. ഈ ട്രീ ഹൗസിൻ്റെ മൊത്തത്തിലുള്ള കാഴ്ച മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല കാഴ്ചയായിരിക്കും ഒരു പക്ഷേ. നമുക്കൊന്ന് മേലെ കയറി ചെന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സംഭവം ഞാൻ ഹട്ടിൻ്റെ മുകളിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് സംഭവം സൂപ്പറാണ്. നല്ല കാഴ്ചയാണ് ഇതിൻ്റെ മേലെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹട്ടിൻ്റെ. നമ്മൾ ഈ വഴിയാണ് വന്നത്. ആ റോഡ് മുറിച്ചൊരു പുഴ കടന്നു പോകണ്ട, റോഡ് മുറിച്ചിട്ട് ആ പുഴ കടന്നു പോകുന്നത്. നമ്മുടെ ചുറ്റിനും മലയും കാടുകളോ നമ്മുടെ ചുറ്റിനും. ഇത് കേട്ടാ, ചുറ്റിനും ഇമാതിരി മലയാ. ഈ സൈഡിലോട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചപ്പാണ്, കാടിൻ്റെ പച്ചപ്പ്, പ്രകൃതിയുടെ പച്ചപ്പ്. ഇത് കണ്ട. അപ്പം നമുക്ക് പതുക്കെ താഴത്തേക്ക് ഇറങ്ങാം. നമുക്ക് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ജ്യൂസ് കുടിക്കാം അവിടെ പോയിട്ട്. ഇത് കണ്ടോ, തായ് ബനാനാസ് കേട്ടോ. ഫ്ലവർ ബെഡിലെല്ലാം തായ് ബനാനാസ് ഇവിടെ വെച്ചിരിക്കുന്നത്. പക്ഷെ കൊള്ളാം, നന്നായിട്ടിരിപ്പുണ്ടല്ലോ. നമ്മുടെ ജ്യൂസ് കുടിക്കാം.
ഫാഷൻ ഫ്രൂട്ട് ആട്ടോ ഇത്, ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജീപ്പാണ് ഇത്. എന്തിൻ്റെ മേലെ വെച്ചിരിക്കണമെന്ന് നോക്കി, നമ്മുടെ ജീപ്പിൻ്റെ. യെസ്, ഈ മെലസ്റ്റോമിയ വേണ്ട, നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഉള്ള മെലസ്റ്റോമിയ തന്നെയാണ്. വേറെ ഒരു വ്യത്യാസമില്ല. പക്ഷേ ഇവിടുത്തെ കളർ കണ്ട, ഒരു പ്രത്യേക കളറാണ് ഇത്. കണ്ട എന്താ രസം നോക്കി ഇതിൻ്റെ കളർ, ഒരു പ്രത്യേക ഒരു രസമുണ്ട് ഈ കളർ കാണാനിട്ടല്ലേ. അത് ഇവിടുത്തെ കാലാവസ്ഥയുടെ ഒരു വ്യത്യാസമാണ്. നല്ല രസമുണ്ടല്ലേ, നിറയെ പൂവുണ്ട് കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല സൂപ്പർ പൂവാണ് ഇത്. കണ്ട നിറയെ ഉണ്ട്. നമ്മുടെ നാട്ടിലുണ്ടാവും കേട്ടോ ഇത്, ഒരു കുഴപ്പമില്ല. പക്ഷെ കളർ കുറച്ച് വ്യത്യാസം ഉണ്ടാവും, വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ കുടിച്ച ഫാഷൻ ഫ്രൂട്ടില്ലേ ജ്യൂസ് ഉണ്ടല്ലോ, അത് ഫാഷൻ ഫ്രൂട്ട് ജ്യൂസായിരുന്നു. അപ്പോൾ ആ ജ്യൂസ് ഇവരുടെ തോട്ടത്തിൽ നിന്ന് തന്നെ എടുത്തിട്ട് ഇവർ എല്ലാം നാച്ചുറലായിട്ട് കൊടുക്കുക. അവരുടെ പറമ്പിൽ നിന്ന് തന്നെ കൃഷിയുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവിടെ നിന്ന് തന്നെ പരമാവധി സാധനം ഉപയോഗിച്ചിട്ടാണ് ഇവർ ഗസ്റ്റിനൊക്കെ കൊടുക്കുന്നത്. പക്ഷെ നമ്മളിന്ന് വന്നേക്കണം അതൊന്നും പറയാനല്ല, എനിക്ക് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ ഷായിച്ചൊക്കെ ഒരു പ്ലാനൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ജോലിയിലേക്ക് തിരികെയാണ്. കാരണം ഇതിൻ്റെ വർക്കും അതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഒരു എപ്പിസോഡായിട്ട് വേറെ വരുന്നുണ്ട്. ഇപ്പം നമ്മളെ ഈ സൈറ്റ് കാണാൻ പോക്കും ആ സൈറ്റിൻ്റെ സംഭവങ്ങൾ വെറുതെ ഒന്ന് കറങ്ങി അങ്ങ് പോവാം. നമ്മൾ ബെഡൊക്കെ എങ്ങുണ്ട്, കൊള്ളാല്ലേ, നന്നായിട്ടില്ലേ? ഒരു ബെഡ്റൂം ഉണ്ട്, പിന്നെ ഒരു ചെറിയൊരു ഇതുണ്ട്, ഭക്ഷണമൊക്കെ കഴിക്കാൻ ഡൈനിങ് ഹാൾ ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. അതിന് സെറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു കുഞ്ഞു കിച്ചൺ, ചെറിയൊരു കിച്ചൺ, നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ബാക്കി റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, കുഴപ്പമില്ലല്ലേ? ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയാണ്, കുഴപ്പമില്ല. നീറ്റാട്ടോ, പക്ക നീറ്റാ. ഓ, ബാത്ത് ഹൗസും ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നമുക്ക് കോട്ടേജസ് ആട്ടോ വരുന്നത്, പൂളടക്കം ഉണ്ട്, എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ റെൻറ്റ് വരുന്നത് ഏകദേശം ഒരു 6,000 തുടങ്ങി 8,000 വരെ വരുന്ന രീതിയിലുള്ള കോട്ടേജുകളാട്ടോ ഇവിടെ ഉള്ളതെല്ലാം. അപ്പോൾ ഞാനിപ്പോഴേ നമ്മുടെ ഈ റിസോർട്ടിൻ്റെ ടെറസിൻ്റെ മേലെ ഞാൻ കയറി വന്നപ്പോൾ ഒരു കിട്ടിലെ കാഴ്ച കണ്ടു, സൂപ്പർ സംഭവം കണ്ട് ഞാൻ കണ്ടു. വേറെ ഒന്നുമല്ല, ഇതിനോട് നേരെ ചേർന്ന് ഒരു പുഴ ഒഴുകുന്നുണ്ടെന്ന് പറഞ്ഞു. കാരണം നല്ല ഒച്ചയുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ പോയി കുളിക്കുകയൊക്കെ ചെയ്യാം. നമ്മുടെ ഈ സൈഡിൻ്റെ നമ്മുടെ ഈ ഭൂമിയിൽ അതിൻ്റെ ചേർന്നാണ് പോകുന്നത് ഒഴുകി. പക്ഷെ നമുക്ക് താഴത്തേക്ക് ഇറങ്ങിച്ചേരണം. ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ നമുക്ക് ഒരു ദിവസം ഇവിടെ താമസിച്ച് അതൊക്കെ നമുക്ക് കാണാം അടിപൊളിയായിട്ട്. ഇപ്പം ഞാൻ വേറെ സംഭവം കാണിച്ചു തരാം, കണ്ടോ വെള്ളച്ചാട്ടം. അപ്പോൾ ഈ വെള്ളം ഉണ്ടോ നമ്മളവിടെ ഇങ്ങോട്ട് ഒഴുകി വരുന്നത്, കണ്ട വെള്ളച്ചാട്ടം കണ്ട, നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടം ഉണ്ടാ, കണ്ട. ഇത് ഒഴുകി നമ്മുടെ ഈ ഭൂമിയുടെ സൈഡിൽ കൂടെയാണ് പോകുന്നത് വെള്ളം. അതുകൊണ്ട് തന്നെ നല്ല രസമായിരിക്കും അപ്പോൾ അത് കാണാനായിട്ട്. അപ്പോൾ അത് കാണാനും ഒക്കെ ആയിട്ട് താമസിച്ചേ പറ്റൂ ഇവിടെ ഒരു ദിവസം, അതിന് വേറൊരു ദിവസം. ഇപ്പം നമുക്ക് ഇനിയും ഒരു സൈറ്റിൽ കൂടി കയറാനുണ്ട്. അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോവാം. ഷായിച്ചേട്ടാ, ഇതെന്താണ് സംഭവം? സ്ട്രോബെറി ആണോ? ഇത് ഷായിച്ചേട്ടാണോ? ഇവിടെ നമ്മളിവിടെ ഇട്ടാണല്ലേ ഗസ്റ്റുകൾക്ക് കൊടുക്കാനും ഗസ്റ്റുകൾക്ക് കൊടുക്കാനല്ലേ? ഓ ശരി 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 ശരി. കായ്ച്ചോ വല്ലതും? ആണോ, കായോ? കഴിഞ്ഞ ദിവസം പറിച്ചു പോയതാണ്. അയ്യോ, അടിപൊളി, അത് കൊള്ളാട്ടാ. ഇവിടെ തന്നെ നമ്മൾ ഒരു സ്ട്രോബെറി കിട്ടിയിട്ടുണ്ട്, ഒരെണ്ണേ കിട്ടിയുള്ളൂ. ഒരു നിധി കഷ്ണം വരെ കായ് പിടിച്ചിരിക്കാൻ മച്ചാൻ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ അകത്താണ് നിൽക്കുന്നത്. റെസ്റ്റോറൻറ്റിൽ കണ്ടോ ആന, കണ്ടോ മതിലൊക്കെ പൊളിച്ചു വരുന്ന പടവും ഇത് കണ്ടോ, സൈഡിലൊരു നമ്മുടെ മീൻ പിടിക്കാനായിട്ട് കിളിയിരിക്കുന്ന പടമൊക്കെ കണ്ടോ, പൊന്മാൻ. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് കണ്ടോ, കിഡിലൻ റെസ്റ്റോറൻ്റ് ആണ് ഇത്. നല്ല ഫുഡും ഉണ്ട് ഇവിടെ, നല്ല നാടൻ ഫുഡും എല്ലാം കിട്ടും ഇവിടെ. റെസ്റ്റോറൻറ്റ് എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? എത്ര പേര് വന്നാലും ഇവർക്ക് കുഴപ്പമില്ല കേട്ടോ, ഫുഡ് കൊടുക്കാനൊക്കെ എല്ലാം റെഡിയായി ഇവർ. പിന്നെ ഇൻറ്റീരിയർ ആണെങ്കിൽ നല്ല അടിപൊളി ഇൻറ്റീരിയറും ലൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല നമുക്ക് ഇഷ്ടപ്പെടും, കാരണം നല്ലൊരു തണുപ്പത്ത് കാടിൻ്റെ ഒരു അന്തരീക്ഷവും ഇതില്ല. നമ്മുടെ ഇത് കണ്ട ട്രീ ഹൗസും ഒക്കെ കണ്ടുകൊണ്ടിരുന്ന് പ്രകൃതിയെല്ലാം കണ്ടുകൊണ്ടിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. നല്ല രസമാണ്. പിന്നെ ഇവിടെ നല്ല ഒച്ചയാണ് ചുറ്റിനും, കിളികളുടെയും മൃഗങ്ങളുടെ ഒക്കെ ഒച്ചയും ഒക്കെ. നല്ല മൂഡ് കൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാട്ടോ ഇവിടെ ഇരുന്ന്. ഇദ്ദേഹം കേട്ടോ നമ്മുടെ ഈ റിസോർട്ടിൻ്റെ ചാർജ്. അപ്പോൾ പുള്ളി നമ്മുടെ കൂടെ ട്രക്കിങ്ങിനൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിയോട് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ ട്രക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ വെള്ളച്ചാട്ടം ഇല്ല, അങ്ങോട്ട് പോകും. അതുപോലെ തന്നെ കാടിൻ്റെ അകത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴികളുണ്ട്, അവിടെയൊക്കെ നമ്മൾ നടക്കാനും പോകും. പിന്നെ ഈ കുഞ്ഞിന് അരുവി കിടന്ന് വേണം കേട്ടോ നമുക്ക് പോകാനായിട്ട്. പിന്നെ നമ്മളുടെ റിസോർട്ടിൻ്റെ പേര് മറക്കണ്ട കേട്ടോ, മൂൺ ഹിൽ ഫാം റിസോർട്ട് എന്നാണ്. അടിപൊളി റിസോർട്ടാണ്, എല്ലാവരും പോരെ.
യെസ്, അപ്പോൾ നമ്മളിന്ന് മഞ്ഞുമലയിൽ പോയി. അതുപോലെ തന്നെ നമ്മൾ സ്ട്രോബെറി തൈകളെ കണ്ടു നമ്മുടെ റിസോർട്ടിൽ. അങ്ങനെ കിടിലൻ കാഴ്ചകളൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇനി പോകാൻ പോകുന്നത് അതിലും കിടിലൻ പരിപാടിയാണ്. കാരണം നമ്മൾ ഇനി ഇവിടെ നിന്ന് പോകാൻ പോകുന്നത് മൂന്നാർ സൈഡിലേക്കാണ്. മൂന്നാർ സൈഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി പോകുന്നത്. അവിടെ കിടിലൻ ഒരു റിസോർട്ടിൽ നമ്മൾ കുറേ പരിപാടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ, അതുപോലെ തന്നെ 100 രൂപയ്ക്ക് മൂന്നാർ കിടന്നുറങ്ങാം. അതിൻ്റെ KSRTC അതിൻ്റെ പരിപാടികളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പരിപാടികളൊക്കെ തുടങ്ങി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ പരിപാടികളെന്നൊക്കെ നമുക്ക് ഒന്ന് കയറി നോക്കാം. അപ്പോൾ അതിൻ്റെ കിടിലൻ കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വിട്ടു പോവുകയാണ്. അപ്പോൾ എല്ലാവരും അടുത്ത എപ്പിസോഡും കാണണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സഹായിക്കണം. അതുപോലെ തന്നെ കമൻറ്റ്, എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു കമൻറ്റ് ചെയ്യുക. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ. അപ്പോൾ മറക്കണ്ട, ഫസ്റ്റ് പോയി വിട്ടുവാ. ഇല്ല, അട്ട പിടിച്ച് ഇതിൽ താമസിക്കാം. നിസ്സാരം എൻ്റെ ഉള്ളിട്ട് വെറും 100 രൂപ, വെറും 100 രൂപ കേട്ടോ. കാരണം KSRTC ബസ്സിലെ കാരവന്റെ കിടിലൻ കാഴ്ചകളൊക്കെ എല്ലാം